കുന്നും മലകളും കാടും പുഴയും കാട്ടുമൃഗങ്ങളും തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളും കോടമഞ്ഞും ചുരങ്ങളും എല്ലാം നിറഞ്ഞ മനോഹരമായ ജില്ലയാണ് വയനാട്. കേരളത്തിലെ ഗോത്ര സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും സംഗമ ഭൂമി കൂടിയാണ് വയനാട്. പല ഗോത്രത്തിലുള്ള ആദിവാസികൾ, അവരുടെ വൈവിധ്യങ്ങളായ കലയും സംസ്കാരവും ആചാരങ്ങളും എല്ലാം നിലനിൽക്കുന്ന മണ്ണാണ് വയനാടിൻ്റേത്. ടിപ്പു സുൽത്താൻ, പഴശ്ശിരാജ എന്നീ ചരിത്ര പുരുഷന്മാരുടെ പടയോട്ട ഭൂമി കൂടിയായിരുന്നു ഈ കൊച്ചു ജില്ല. 2 ദിവസം ലീവ് കിട്ടിയാൽ, ഒരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചാൽ ഏതൊരു മലയാളിയുടെയും ആദ്യത്തെ ഓപ്ഷൻ വയനാട് തന്നെയായിരിക്കും. മലയാളികൾ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും ധാരാളം സഞ്ചാരികൾ വയനാട്ടിൽ എത്താറുണ്ട്. ചെമ്പ്ര പീക്ക്, എടക്കൽ ഗുഹ, നീലിമല, ബാണാസുര സാഗർ അണക്കെട്ട്, ശ്രീ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം, കുറുവാദ്വീപ്, പഴശ്ശിരാജ സ്മാരകം, പക്ഷിപാതാളം, പൂക്കോട് തടാകം, ചങ്ങലമരം, സൂചിപ്പാറ വെള്ളച്ചാട്ടം തുടങ്ങി പറഞ്ഞാൽ തീരാത്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വയനാട്ടിലുണ്ട്. മാത്രമല്ല, തേയിലത്തോട്ടങ്ങളുടെയും കാപ്പിത്തോട്ടങ്ങളുടെയും ഒക്കെ ഇടയിൽ മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന നിരവധി റിസോർട്ടുകളും ആളുകളെ വയനാട്ടിലേക്ക് ആകർഷിക്കുന്നുണ്ട്. വയനാടിൻ്റെ ഏറ്റവും പ്രധാന വരുമാന മാർഗം തന്നെയാണ് ടൂറിസം. വയനാടിൻ്റെ വരുമാനത്തിൻ്റെ 22% വിനോദസഞ്ചാര മേഖലയിൽ നിന്നാണ്. എന്നാൽ ചൂരൽമല ദുരന്തം വയനാട്ടിലെ വിനോദസഞ്ചാര മേഖലയെ കൂടിയാണ് തകർത്തത്. മേപ്പാടി പഞ്ചായത്തിലെ 3 വാർഡുകളെയും 5000 ജനങ്ങളെയും ബാധിച്ച ദുരന്തമുണ്ടാക്കിയത് തീരാനഷ്ടമാണ്. ഈ ദുരന്തത്തിൻ്റെ വാർത്തകൾ ലോകത്തിൻ്റെ എല്ലാ കോണിലേക്കും എത്തിയിരുന്നു. വയനാട്ടിലേക്ക് യാത്ര പോകുന്നത് സുരക്ഷിതമല്ലെന്ന ഭയമാണ് സഞ്ചാരികൾക്ക് ഉണ്ടായിരിക്കുന്നത്. ഇത് വയനാട് ടൂറിസത്തിന് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് DTPCയുടെ കീഴിലെ ടൂറിസം കേന്ദ്രങ്ങളെല്ലാം അടച്ചിരുന്നു. ഇവയെല്ലാം തുറന്നിട്ടും സഞ്ചാരികൾ കുറവാണ്. വയനാട്ടിൽ കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന ഫെബ്രുവരി വരെ നീളുന്ന സീസണിൻ്റെ തുടക്കത്തിലാണ് ദുരന്തമുണ്ടായത്. ദുരന്തത്തോടെ റിസോർട്ടുകളിലെ ബുക്കിങ്ങുകളെല്ലാം റദ്ദാക്കി. 22 ദിവസം കൊണ്ട് 20-ലധികം കോടി രൂപയുടെ നഷ്ടമാണ് വിനോദസഞ്ചാര സംരംഭകർക്കും അനുബന്ധ മേഖലയ്ക്കും മാത്രം ഉണ്ടായതെന്നാണ് കണക്കുകൾ. ബുക്കിംഗ് റദ്ദ് ചെയ്തതിലൂടെ മാത്രം 3 കോടിയുടെ നഷ്ടമെങ്കിലും ഉണ്ടായിട്ടുണ്ടാകും. റിസോർട്ടുകളിലും ഹോട്ടലുകളിലും ശരാശരി 40% വരെ ബുക്കിംഗ് ഉണ്ടായിരുന്നു. ഈ ബുക്കിംഗ് പോലും മിക്കയിടത്തും പൂർണ്ണമായി റദ്ദാക്കപ്പെട്ടു. റിസോർട്ടുകളും ഹോം സ്റ്റേകളുമടക്കം 4000-ഓളം അക്കമഡേഷൻ യൂണിറ്റുകൾ വയനാട്ടിലുണ്ടെന്നാണ് കണക്ക്. റിസോർട്ടുകളിൽ ആളുകൾ വരാതായതോടെ തൊഴിലാളികളുടെ വരുമാനവും നിലച്ചു. റിസോർട്ടുകളിലെ തൊഴിലാളികളെ നാട്ടിലേക്ക് തിരിച്ചയക്കേണ്ടി വന്ന ഉടമകളുണ്ട്. ടൂറിസം കേന്ദ്രങ്ങൾക്ക് സമീപത്തുള്ള തട്ടുകടക്കാർ, ഓട്ടോ ടാക്സി ഡ്രൈവർമാർ, ഗൈഡുകൾ, ചെറുകിട കച്ചവടക്കാർ, ഹോട്ടൽ നടത്തിപ്പുകാർ എന്നിവരും വരുമാനമില്ലാത്ത അവസ്ഥയിലായി. ടൂറിസം കേന്ദ്രങ്ങൾക്ക് സമീപത്തുള്ള ചെറിയ വ്യാപാര സ്ഥാപനങ്ങൾ പലതും പൂട്ടിയിട്ടിരിക്കുകയാണ്. ഹാൻഡ് ക്രാഫ്റ്റ് സ്ഥാപനങ്ങളിലും സാധനങ്ങൾ വാങ്ങാൻ ആരും എത്തുന്നില്ല. ഓഫ് റോഡ് സർവീസുകൾ നടത്തുന്ന ജീപ്പ് ഉടമകൾക്കും തൊഴിലില്ലാതെയായി. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇനി സാധാരണ നിലയിലേക്ക് എത്താൻ നാളുകളെടുക്കും. വയനാട് സുരക്ഷിതമാണെന്ന് വിനോദസഞ്ചാരികൾക്ക് ബോധ്യപ്പെട്ടാലേ വയനാട് ടൂറിസത്തിന് തിരിച്ചു വരാനാകൂ. മറ്റൊരറിവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.